പുറകെ വിളിച്ചു പുന്നപ്പുഴ. ഡ്രൈവർ ഓപ്പ എവിടെ? ഓപ്പയിലേ നിക്കണേ. ഇതെന്താ ഈ കോലത്തില്? പാന്റും കൈയൊക്കെ അങ്ങ് ഉപേക്ഷിച്ചോ? ഇതാവുമ്പോ ഇത് ഇടാൻ മറന്നാലും കലശലായിട്ട് പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ഇനി മുതൽ ഇതാ വേഷം ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. താൻ എന്തിനാ ശകുനം മുടക്കാൻ പുറകെ വിളിച്ച? എങ്ങോട്ട് പോവുക? അതിപ്പോ തന്നെ ബോധിപ്പിക്കണമെന്നുണ്ടോ? ബോധിപ്പിക്കണമെന്ന് വെച്ചാൽ കേട്ടോളൂ. ആ കൊച്ചനെ കൂട്ടിക്കൊണ്ടുവരാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് മറന്നിട്ടൊന്നുമില്ല. ഏത് കൊച്ചനെ? ആ കൊച്ചന്റെ പേര് ഇപ്പൊ നാവിൻ തുമ്പത്തുണ്ടായിരുന്നു. ആ മുംബൈ സത്യേന്ദ്രൻ ഫ്രം മുംബൈ. ഞാൻ പോവാന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഒരതിഥി വീട്ടിൽ വരുമ്പോ മാനേജരാണോ എതിരേൽക്കാൻ പോകുന്നത്? വീട്ടുകാരൻ പോണ്ടേ? അത് ബുദ്ധിയുള്ള ആരെങ്കിലും പോണ്ടേ? എന്താ? അല്ല, സത്യേന്ദ്രനെ കണ്ട ഓപ്പയ്ക്ക് തിരിച്ചറിയാൻ പറ്റോ? സത്യേന്ദ്രനെ കണ്ടാൽ അറിയും. അവന്റെ അമ്മ ഭാനുമതി അറിയും. അവന്റെ അച്ഛൻ മഹേന്ദ്ര സിൻഹ അറിയും. എങ്ങനെ? കഴിഞ്ഞ പ്രാവശ്യം സുഭദ്രയോടെ മുംബൈയിൽ കച്ചേരിക്ക് പോയത് ഞാനായിരുന്നില്ലേ? അവരുടെ വീട്ടിലല്ലായിരുന്നു ഡിന്നർ. പൊടി പൂരമായിരുന്നു വിത്ത് കോക്ടെയിൽ. കഴിഞ്ഞ പ്രാവശ്യം മാഡത്തിന്റെ കൂടെ മുംബൈ പോയത് ഞാനല്ലേ? എന്നാ അതിന് മുമ്പിലത്തെ പ്രാവശ്യം 2 പ്രാവശ്യമായിട്ട് ഞാനല്ലേ പോകുന്നത്? എന്നാ 3 വർഷത്തിന് മുമ്പായിരിക്കും. ഓപ്പയ്ക്ക് തിരിച്ചറിയാൻ 2 3 വർഷം കൊണ്ടൊരു പയ്യൻ എന്ത് മാറ്റം വരാനാ? ഡോണ്ട് വറി, ഇങ്ങോട്ട് നീങ്ങിക്ക്. പിന്നെ സഹായത്തിന് ദേ ഇവനും ഉണ്ടല്ലോ. എന്നാലും ഞാനും കൂടി വരണ്ട, വണ്ടി വിട്. നോട്ട് നെസസറി മാൻ. ചതിച്ചു. ഒക്കെ കൊളായി എന്നാ തോന്നണേ. എന്ത് പറ്റി? ഓപ്പ ആളെ പിക്കപ്പ് ചെയ്യാൻ വരണേ. ഓപ്പയ്ക്ക് സത്യേന്ദ്രനെ അറിയാന്നാ പറയണേ. ശരിയായിരിക്കോ? എടോ, ഭാനുമതി സിൻഹയുടെ മകൻ സത്യചന്ദ്രൻ എന്നൊരാളില്ല. ദൈവനാണ് ഈ സത്യചന്ദ്രൻ. എന്റെ മനസ്സിന്റെ സൃഷ്ടിയാണ്. ചിലപ്പോ ബോംബെയിൽ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിലോ? ഉണ്ടാകാൻ വഴിയില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അയാൾക്ക് അറിയില്ലല്ലോ ഇന്ന് ഇവിടെ എത്തണമെന്ന്. സുഭദ്രയ്ക്ക് ഫോൺ ചെയ്ത് ഞാനല്ലേ ബോംബെയിലെ സന്ദീപിനെ വിളിച്ച് പറഞ്ഞിട്ട്. കുഴപ്പമെല്ലാം ഉണ്ടാവുന്ന കേസാണെങ്കിൽ ഞാനില്ല, അതാദ്യം പറഞ്ഞേക്കാം. അത് ശരി. ഇപ്പഴേ നിന്റെ ധൈര്യം പോയാ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാ? നിങ്ങളൊന്ന് റിലാക്സ് ആവപ്പാ. ആൾക്ക് കക്ഷി അറിയാന്നല്ലേ പ്രശ്നം. ആ പ്രശ്നം ഇപ്പോഴേ സോൾവ് ചെയ്തേക്കാം. ആ കോട്ടൊന്നൂര് അത് തിരിച്ചാ. തിരിഞ്ഞു. ഹലോ ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ എത്തിയല്ലേ? എത്തിച്ചു. നന്നായി. ആൾക്കൊരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ മറന്നു പോകുന്നു. മറക്കുകയായിരുന്നു. സാധനം ലഗേജ് പുറകെ വരുന്നുണ്ട്. ഒച്ച വരും മുന്നേ, ആന വരും പിന്നെ എന്നാണല്ലോ. കൊറേ ഉണ്ടാവുമല്ലേ? എപ്പോ വരും? പെട്ടികൾ. പെട്ടി അത് പുറകെ പെട്ടി എടുക്കാൻ അടിയോടി വരട്ടെ. വരിക. ഇത്രയേ ഒപ്പയ്ക്ക് പറയാനുള്ളൂ. ഓപ്പ കുറച്ചുകൂടി പറഞ്ഞോളൂ. ഈ സമയമുണ്ടല്ലോ പറയാൻ. മിസ്റ്റർ സത്യേന്ദ്രന്റെ മലയാളം നന്നായിട്ട് അറിയാമല്ലേ? നിങ്ങൾക്ക് ഏത് മലയാളമാണ് വേണ്ടത്? കോഴിക്കോട്, കൊയിലാണ്ടി, തിരൂര്, മലപ്പുറം, കുന്നംകുളം, ചാവക്കാട് വഴി തിരുവനന്തപുരം, ലാൻഡ് ടിവിയിൽ കമ്മൽ. തമാശ കാരണം കൂടെയാണല്ലേ? ഞാൻ വിചാരിച്ചു പുറം രാജ്യത്തൊക്കെ ആവുമ്പോ മലയാളം അറിയില്ല എന്ന് പറയുമെന്ന്. ഒരു തമാശ. നന്നായിട്ട് പാടുമല്ലേ? നന്നായി പാട്ട് പാടാറുണ്ട്. അല്ല, നന്നായി പാട്ട് പാടാറുണ്ട്. കേട്ടിട്ടുണ്ടോ? ഇല്ല, അല്ല, പാട്ട് പാടുന്ന കേട്ടിട്ടില്ല. എന്നാലും ഇങ്ങനെ കാറി പോകുമ്പോ കുറച്ച് ഹിന്ദുസ്ഥാനി സംഗീതം കേൾക്കുന്നത് ഒരു സുഖമല്ല. എന്താ സംശയം? ഒന്ന് പാടുവോ? എന്താ ഈ കാട്ടണേ? താനിപ്പോ എന്താ പാടിയേ? എന്താ പാട്ട്? ശൈലേക്ക് വേറെ പാട്ട് പാടാം. റോഡിനകത്ത് കയ്യിൽ കയറുമായി സുന്ദരി നിർത്തിയാൽ താൻ ആരാ? സത്യേന്ദ്രനാ? സത്യേന്ദ്രനാണെന്ന് പറഞ്ഞ് താനെന്താ എന്റെ കാർ കയറിയേ? ഞാൻ പറഞ്ഞ സത്യേന്ദ്രനാ. താൻ ഏൽപ്പിച്ചേ പറയരുത്. ഞാൻ സദാ ഹുസൈന്റെ മകൻ അബ്ദുള്ള. എന്റെ ഫാമിലി ഹിസ്റ്ററി ഒരുപാട് പറയാനുണ്ടാവും. ഇവിടെ വെച്ച് പറയണ്ട. വീട്ടിൽ വന്ന് പറയണ്ട. തിരിച്ചു പോകാൻ ഓട്ടോറിക്ഷ ചെല്ലും താജേട്ടാ. തനിക്കാട്ടോ ഞാൻ ആടി നിൽക്കുക. നടന്നു പോടോ. സുഭദ്രയോട് ഞാനിനി എന്താ പറയാ? ഞാൻ പറയാ. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണോ തിരിച്ച് ബംഗ്ലാവിലേക്ക് പോണോ? സത്യേന്ദ്രൻ എവിടെയെന്ന് വെച്ചാൽ സുഭദ്രയോട് എന്താ പറയാ?